ഇവിടെ വന്ന് നിൽക്കായിരുന്നു. എന്റെ തങ്കം, വെയിൽ കൊള്ളരുതെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു, നീ കേൾക്കില്ല. ഇവിടെ വെയിലില്ല ഏട്ടാ. അത് നിന്റെ തോന്നലാണ്. ഇങ്ങോട്ട് വന്നേ. തൽക്കാലം ദേ ഈ തണലത്ത് ദേ ഇവിടെ ഇരുന്നോ. തലനീരിറങ്ങി പെടലി പൊഴിച്ചാലേ ഞാൻ പെടലിക്കിട്ട് വീക്കുന്ന നാട്ടുകാര് പറയൂ. അത് ശരിയാ സർ. അതിരിക്കട്ടെ, നീ ഇന്ന് ഫേഷ്യൽ ചെയ്തില്ലേ? ഇല്ല ഏട്ടാ. ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ കുളിച്ചില്ലെങ്കിൽ കൂടി കാലത്തും വൈകിട്ടും ഫേഷ്യൽ ചെയ്തിരിക്കണം. അങ്ങോട്ട് ചാരിയിരുന്ന് നീ ഇനി റെസ്റ്റ് എടുക്ക. നിന്നെ സഹായിക്കാൻ ഞാൻ ത്രേസ്യാമ്മ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ പോണ്ടേ? പിള്ളേരുള്ളതല്ലേ? അതൊന്നും പ്രശ്നമല്ല. അതെ, ഇങ്ങ് വന്നേ ത്രേസ്യാമ്മേ. എന്താ സർ? ഇവള് പറഞ്ഞ പോലെ വീട്ടില് കുട്ടികൾക്കൊന്നും പ്രശ്നമില്ലല്ലോ. കുട്ടികളാ? തടിമാടന്മാരായ 3 ആൺമക്കൾ. അപ്പൊ ഭർത്താവോ? ഭർത്താവോ? അതിനാര് കല്യാണം കഴിച്ചു? സാറ് ഞെട്ടണ്ട. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച ഇതല്ല ഇതിലപ്പുറവും നടക്കും. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച പല കാര്യങ്ങളും നടക്കും. പക്ഷേ ഇത് ത്രേസ്യാമ്മ തന്നെ മനസ്സ് വെച്ചിട്ട് നടന്ന കാര്യ. വരണം. ആരാ മനസ്സിലായില്ല. അല്ല, എവിടെയാ താമസം? ഞാൻ അപ്പുറത്തെ വീട്ടിൽ